താമസം തുടങ്ങിയിട്ട് 32 കൊല്ലം കഴിഞ്ഞു. അത് പിന്നെ ഇപ്പോഴാണ് ഒരു കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഒരു 2020 ഒരു സ്ഥാനത്ത് കണ്ടപ്പം അവർ ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞു. എൻ്റെ കൊച്ചിന് 1 വയസ്സായപ്പോൾ ഞങ്ങളിവിടെ വന്നു. 32 വർഷം കൊണ്ട് ഇവിടെ വെള്ളം കിട്ടിയത് വലിയ ഉപകാരമായി. കഴിഞ്ഞ 30 വർഷക്കാലമായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടിയിരുന്ന നരച്ചിലങ്കോട് കോളനിയിലെ നിവാസികൾക്ക് ഇനി ശുദ്ധജല ലഭ്യത ഉറപ്പ്. ഐക്യർനാട് പഞ്ചായത്തിലെ 3-ാം വാർഡിലെ നരച്ചിലങ്കോട് കോളനിയിലാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആശ്വാസമായി കുടിവെള്ളമെത്തിയത്. സന്തോഷം തന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 6 മണി വരെ പണതേച്ച് വന്നിട്ട് വെള്ളം കോരാൻ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ആൾക്കാർക്കുടെ വീടുകളിൽ ചെന്നിട്ടാണ് വെള്ളം കൊണ്ടു പോകുന്നത്. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പൈപ്പ് തിരിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറയുമ്പോൾ അത് സന്തോഷമല്ലേ. വെള്ളം വന്നപ്പോൾ സന്തോഷമായി. 32 വർഷമായിട്ട് ഈ കോളനിയിൽ വെള്ളമില്ലാണ്ട് ഞങ്ങൾ പലരുടെ കാലും പിടിക്കാൻ പോയി. കോൺഗ്രസ്സുകാരുടെ കാല് പിടിക്കാൻ പോയി, കമ്മ്യൂണിസ്റ്റുകാരുടെ കാല് വേണ്ടി. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഒരു 2020 ഒരു സ്ഥാനത്ത് കണ്ടപ്പം അവർ ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞു. ജോണിച്ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ജോണിച്ചേട്ടനെ ജയിപ്പിച്ചു. ജോണിച്ചേട്ടൻ ഞങ്ങൾക്ക് ഇതേ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ പിന്തുണകളും തന്ന് ചേട്ടൻ കുഴൽക്കിണടിച്ചു, ടാങ്ക് പണിതു, ഓരോ വീട്ടിലേക്ക് കണക്ഷനും കൊടുത്തു. ഞങ്ങൾക്കിപ്പോൾ അതേ വെള്ളം എല്ലാവർക്കും സന്തോഷം. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. കോളനിയിൽ വലിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും കുഴൽക്കിണറിലൂടെ വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ നിറയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. ഇതിലൂടെ കോളനിയിലെ എല്ലാ വീടുകളിലേക്കും സ്ഥിരമായി വെള്ളം എത്തിക്കുന്നതിന് സംവിധാനം ഒരുങ്ങിയതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോണി പി അറിയിച്ചു. നല്ലൊരു മനുഷ്യൻ്റെ ഉപകാരപ്രദമായൊരു പദ്ധതി. 22 കുടുംബങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും കടയിരുപ്പ് ഡിവിഷനിലെ മെമ്പറായി എനിക്ക് അനുവദിച്ചു തന്ന ഫണ്ടാണ് ഞാൻ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത്. 4 വർഷത്തോളമായി ഇതിൻ്റെ പുറകെയായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. അതിനേക്കാളേറെയായിട്ട് ഈ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇങ്ങനെ കുഴൽക്കിണറടിച്ച് 4 കുടിവെള്ള പദ്ധതികളാണ് നടപ്പാക്കിയത്. അതിൽ 2 ഐക്യർനാട് പഞ്ചായത്ത്, 1 കടമറ്റത്തും 1 ഇതും. അതിലെ കംപ്ലീറ്റ് പണിയും പൂർത്തിയായത് ഇതാണ്. ഇനി മുതൽ ഇവിടെ എല്ലാ വീട്ടുകാർക്കും ആവശ്യത്തിന് വെള്ളം ഈ പദ്ധതിയിൽ നിന്ന് അടിച്ചു കിട്ടും. അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചോളൂ. സങ്കീർണമായ ഒരു വിഷയമായിരുന്നു. വളരെ സങ്കീർണമാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണല്ലോ 4 വർഷമായത്. ഈ 4 വർഷവും പദ്ധതിക്ക് കാശ് വയ്ക്കണം. ആദ്യമേയൊന്നും ഈ പദ്ധതിയുടെ സർവേ മുതൽ കുഴൽക്കിണർ, പിന്നെ ഈൽ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ്, സിവിൽ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, പിന്നെ ലാസ്റ്റ് കറണ്ട് കണക്ഷൻ എടുക്കുന്നത് വരെയും ഇതിൻ്റെ പുറകെ തന്നെ നിന്നാലാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മിക്കവാറും പദ്ധതികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഇങ്ങനെ നടന്നതുകൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. 12,000 ലിറ്റർ സംഭരണശേഷിയുണ്ട്. 15 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ഗുണഭോക്തൃ കമ്മിറ്റി. ഇനി അവർക്ക് അവരുടേതായ സ്വത്തായിട്ട് ഇത് കൊണ്ടു നടന്ന് ഉപയോഗിക്കാവുന്നതാണ്. വേറെ ആരും ഇതിനകത്ത് യാതൊരു അവകാശവാദമായിട്ട് വരില്ല. ഈ സർക്കാർ കഴിഞ്ഞ വർഷം ഒരു ഉത്തരവിറക്കി ജൽമിഷൻ വഴി ഇനി വെള്ളം വിതരണം ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുഴൽക്കിണറടിച്ച് ടാങ്കിൽ വെള്ളം വിതരണം ചെയ്യുന്ന പരിപാടി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മുതൽ. ഇത് ലാസ്റ്റ് പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ്.